അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. പതിവ് പോലെ നമ്മളെ ഡെയിലി റൂട്ടീനായിട്ട് നമ്മളിന്ന് വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളെ അസർ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അന്നേ ദിവസത്തിലെ ഡ്രസ്സുകളൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു സിമ്പിൾ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോക്കാണ്. അതിനായിട്ട് നമ്മൾ റെഡി ആവാൻ കേട്ടോ. അപ്പോൾ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇട്ടാൽ നമ്മൾ വരുമ്പോഴേക്കും അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് കുട്ടികളും ഞാനും എല്ലാവരും കൂടിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ എനിക്കും മോൾക്കും ഒരു ഷോപ്പിൽ നിന്നാണ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുഴുവനായി തന്നെ കണ്ടു നോക്കിട്ടോ. ഇന്നേ ദിവസം നമ്മൾ ഈവനിങ്ങിന് കഴിക്കാൻ വേണ്ടിയിട്ട് പായസം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പായസം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. ഒന്ന് ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ചെറുപയർ പരിപ്പും ഗോതമ്പ് നുറുക്കും വെച്ചിട്ടാണ് കേട്ടോ. ഒരു തേങ്ങ പാൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങ അതിൻ്റെ പാൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഗോതമ്പും നമ്മളെ ചെറുപയർ പരിപ്പും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിക്ക് നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുണ്ട്. പിന്നെ കാഷ്നട്ടും കിസ്മിസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് കുട്ടികൾക്കൊന്നും ആർക്കും അങ്ങനെ അധികം ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്നാൽ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചെറുപയർ പരിപ്പ് ഇട്ടിട്ടത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ പായസം റെഡിയായി കുടിച്ച് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പിന്നെ പായസത്തേക്ക് ക്യുമിൻ സീഡില്ലേ, ചെറിയ ജീരകം, അതും നമ്മളെ ഏലക്ക ഗ്രാമ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും മോഡേണൊന്നായിട്ട് അധികം മോഡേണായിട്ടുള്ള ഡ്രസ്സുകളൊന്നും നമ്മളിതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു ഹെവി ആയിട്ടുള്ള വർക്കുള്ള ഐറ്റംസ് ആയതുകൊണ്ട് ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ഏതായാലും ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് ഇൻഷാ അല്ലാ നമ്മൾ ഇതിൻ്റെ അന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ഹെവി ആയിട്ടൊന്നും ഞാൻ നന്നായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാര്യം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, പുതിയ ഡ്രസ്സ് ഇട്ടല്ലേ പോവാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഡ്രസ്സ് സിമ്പിളായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കി, സിമ്പിളായിട്ടില്ലേ. അപ്പോൾ മൊത്തത്തിൽ നല്ല സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ നമ്മളെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു കളർ തന്നെ സെലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏതാണെന്ന് ഞാൻ ഇതിൻ്റെ അന്ന് വ്ളോഗിൽ ഇൻഷാ അല്ലാ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി മോൾക്കുള്ളൊരു സ്കേർട്ട് ഉണ്ട്, ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അതിലേക്കൊരു ടോപ്പും കൂടി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ നിസ്കാരക്കുപ്പായല്ലേ, അതാണ് കേട്ടോ. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് ഇങ്ങനത്തെ നിസ്കാരക്കുപ്പായത്തോട് വലിയ ഇഷ്ടമല്ല കേട്ടോ. പുള്ളി കളറ് പല വെറൈറ്റി കളറുകൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ നിസ്കാരക്കുപ്പായം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഇത് ഓൺലൈനിലും കാര്യങ്ങളൊക്കെ നമ്മൾ പല ഡിസൈനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്തായാലും കോട്ടൻ്റെ വെള്ള വൈറ്റ് കളറുള്ള നിസ്കാരക്കുപ്പായം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഇത് വേറൊരു ആവശ്യത്തിന് പറ്റും. കാര്യം ഇത് വെച്ചിട്ട് ഇത് ഒന്ന് ഷേപ്പാക്കിയെടുത്ത് എന്ത് ചെയ്യാം, നമുക്കൊരു അപായ പോലെ നമുക്കൊന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹിജാബിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് റെഡിയാക്കി എടുത്താൽ, ഒന്ന് ഷേപ്പാക്കി എടുത്താൽ നമുക്ക് അപായ പോലെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇറങ്ങിയിട്ടുള്ള നമ്മളെ കഫ്താനി മോഡൽ നൈറ്റിയാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ സംഭവത്തിൽ ഈ ഒരു നൈറ്റി. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ആ
നിസ്കാരക്കുപ്പായം വാങ്ങിയിട്ടുണ്ട് തന്നെ. ഇതാണ് കേട്ടത്, നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് പർദ്ദ പോലെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സിമ്പിളായിട്ടുള്ള തുണിയിൽ വരുന്നതാണുള്ളത്. അപ്പോൾ ഞാനിത് സാധാരണ നമുക്ക് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഐറ്റംസ് അടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വാങ്ങാമെന്ന് എഴുതിയിട്ടുണ്ടായിന്. ഇനി നമുക്ക് മോൾക്കുള്ള ഷോളും സ്കേർട്ടും ആയിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെലക്ട് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇത് ഷോപ്പിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണല്ലോ പുറത്ത് പോന്നിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. അപ്പോൾ എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ മോളെ അഭിപ്രായത്തിന് തന്നെയാണ് എടുക്കൽ. ഈ ഒരു ഇതിന് വേണ്ടിക്ക് ഞാനാണ് സെലക്ട് ചെയ്തത് കേട്ടോ. എനിക്ക് നമ്മളെ മക്കളെന്നും നമുക്ക് ചെറുതായി എന്നത് തോന്നുക. അപ്പോൾ ഈ ഒരു സ്കേർട്ടും ടോപ്പൊക്കെ ഇടാനായിട്ട് ഭയങ്കര മടിയുണ്ട് കേട്ടോ, അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഏതായാലും ഈ ഒരു ഇതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പില്ലേ, ഈ ലാസ്റ്റ് ഈ ഒരു ഇതന്നെ, ഈ ഒരു ടോപ്പ് നമുക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിട്ടോ. എനിക്ക് ബ്ലാക്ക് കളർ ജീൻസിൻ്റെ പാൻറ്റൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വ്ളോഗിൽ നമ്മളെ ഡ്രസ്സ് എടുത്തതൊക്കെ കാണിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.